ഹലോ ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഓൾറൗണ്ടർ ട്രിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ ഗോസോലേക്ക് പോയി. ഇന്ന് എനിക്ക് ഓഫാണ്. ഇന്ന് തിങ്കളാഴ്ച, 2 ദിവസം അടുപ്പിച്ചാണ് ഓഫ്. അപ്പോൾ ഇന്ന് വല്ലറ്റ, മാൾട്ടയുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള വല്ലറ്റയിലേക്ക് ഇന്ന് പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി എനിക്ക് ഇവിടുത്തെ ഒരു ടാക്സിൻ്റെ ഓഫീസിലും ഒന്ന് കയറണം. നമുക്ക് പോയി നോക്കാം. ഇന്നും ഇന്നലത്തെ പോലെ തന്നെ നല്ല വെതറാണ്, പക്ഷെ ഇന്ന് വൈകിട്ട് ചിലപ്പോൾ മഴ പെയ്യാനും ചാൻസ് ഉണ്ട്. നമുക്ക് പോയി നോക്കാം ബസ് സ്റ്റോപ്പിലൊക്കെ. ഓക്കെ, നമുക്ക് പോകാനുള്ള ബസ് വരുന്നുണ്ട്. ഇവിടുന്ന് ഒരു 20 മിനിറ്റ് ദൂരമുള്ളൂ. തിരക്കുണ്ടോയെന്നറിയില്ല, തിരക്കുണ്ട് കേട്ടോ. നമുക്ക് ബസ് ഇറങ്ങി മോസ്ത എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. മോസ്ത അടിപൊളി വെതറാണ്. ഇതാണ് മോസ്ത ചർച്ച്. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ചർച്ചാണ്. വേൾഡ് വാർ സമയത്ത് ഇതിൻ്റെ അകത്ത് ബോംബ് വീണിട്ട് ഇപ്പോഴും പൊട്ടാതെ കിടക്കുന്ന ഒരു ബോംബ് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഭയങ്കര മിറാക്കിളായിട്ട് ഇവർ കരുതുന്ന ഒരു പള്ളിയാണിത്. പിന്നെ ഇവിടുത്തെ എല്ലാ പള്ളികളിലും 2 ടൈം ഉണ്ടാവും, 2 ക്ലോക്കും 2 ടൈമും ഉണ്ടാവും. ഇതൊന്ന് റിയൽ ടൈമും ഒന്ന് സാത്താനുള്ള ടൈമും. അപ്പോൾ സാത്താൻ ഈ സമയം കാണുമ്പോൾ തെറ്റിപ്പോകും. അങ്ങനെ എന്തൊക്കെയാണ് ഇതിൻ്റെ ഹിസ്റ്ററി. ഈ ഒരു ലൈം സ്റ്റോൺ കൊണ്ട് നിർമ്മിച്ചുകൊണ്ട് ഒരു സ്വർണ്ണ കളറാണ് ഇതിന് കാണാൻ. 1833 എന്തുവാണിത് ഇതിൻ്റെ പണി കഴിഞ്ഞത്. നല്ല പഴക്കമുള്ള ചർച്ചാണ്. എനിക്ക് ഇങ്ങോട്ടല്ല വരേണ്ടത്. ഞാനിപ്പോൾ ഇത് കണ്ടപ്പോൾ ഇവിടെ ഇറങ്ങിയതാണ്. എനിക്കിനി ഒരു 8 മിനിറ്റ് നടക്കാനുണ്ട്. ഇതാണ് മോസ്ത. എനിക്കിനി ക്രോസ് ചെയ്ത് അപ്പുറം പോകണം. ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കത്തപ്പോലെ തിരക്കില്ല. സോ ഞാൻ കിടക്കുന്നു. നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളതാണ്. ഇത് പള്ളി, അതിൻ്റെ തൊട്ടപ്പുറത്ത് നമുക്ക് വൈൻ ഷോപ്പും ആൾക്കാർ പുറത്തിരുന്നിട്ട് വൈനും ബിയറൊക്കെ കുടിക്കുന്ന കാണാം. അതൊക്കെ നോർമലാണ്. ഇവിടെ ആരാധനാലയങ്ങളുള്ളത് പോലെ തന്നെ ബാറുകളും പബ്ബുകളൊക്കെ ഉള്ളൊരു സ്ഥലം കൂടിയാണിത്. പിന്നെ മാൾട്ട ഒരു ചെറിയൊരു ഐലൻഡ് ആയതുകൊണ്ട് ബാക്കിയുള്ള യൂറോപ്യൻ കൺട്രീസിൽ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ അടിച്ചു പൊളിക്കാനായിട്ടാണ് വരുന്നത് എല്ലാവരും. ഇതാണ് ഇവിടുത്തെ മാൾട്ട പബ്ലിക് ട്രാൻസ്പോർട്ട്. ഇപ്പം നിങ്ങൾ കാണുന്ന ബസ് പച്ച കളർ, പച്ചയും വെള്ളയും. ഇതിൽ ഭൂരിഭാഗം ആൾക്കാർ ഇപ്പോൾ മലയാളികളാണ് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഒരുപാട് ആൾക്കാർ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻസും മലയാളികളാണ് കൂടുതലെന്ന് വേണം പറയാം. ഇപ്പോൾ സമ്മർ അവസാനിക്കാറായി. വിൻ്റർ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പുറത്തിറങ്ങി ഇങ്ങനെ ചില്ല് നടക്കാൻ പറ്റില്ല. കാരണം നല്ല കാറ്റായിരിക്കും, നല്ല തണുപ്പ് കുറവായിരിക്കും, പക്ഷെ കാറ്റ് നല്ലോണം ഉണ്ടാവും. പെട്ടെന്ന് നമുക്ക് അസുഖങ്ങളൊക്കെ വരും. ഫ്ലൂ, പനി, ജലദോഷം അതൊക്കെ വരും.
അങ്ങനത്തെ ഒരു വെതറാണ് വിൻ്ററിൽ. പക്ഷെ സമ്മറിൽ ഇതുപോലെ ആയിരിക്കും. സമ്മർ കഴിഞ്ഞു, സമ്മർ എൻഡാണ് ഇപ്പോൾ. നമുക്ക് മോസ്റ്റയുടെ പഴയ ഓൾഡ് ടൗൺ ആണ് ഇപ്പോൾ ഈ കാണുന്നത്. മൊത്തം എല്ലാം പഴയ കൺസ്ട്രക്ഷനാണ് ഈ കാണുന്നുണ്ടോ. ഈ വിൻഡോസൊക്കെ ക്യാമറ എങ്ങനെ എവിടെ വെച്ച് കഴിഞ്ഞാലും ഫ്രെയിമാണ്. അത്രക്ക് അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. കണ്ട സൺ പോയി. പിന്നെ ഞാൻ പോകുന്നത് ടാക്സ് ഓഫീസിലേക്കല്ല, നേരത്തെ അത് തെറ്റിപ്പറഞ്ഞതാണ്. ഞാൻ പോകുന്നത് ക്രെഡിറ്റ് ഇൻഫോ ഓഫീസിലേക്കാണ്. ക്രെഡിറ്റ് ഇൻഫോ ഇവിടെ നിന്ന് നമുക്ക് ഈ രാജ്യത്ത് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സാലറി സ്ലിപ്പ് വെച്ചിട്ട് നമുക്ക് നാട്ടിൽ ലോണൊക്കെ വേണം എന്നുണ്ടെങ്കിൽ നാട്ടിലത്തെ ബാങ്കിൽ ചോദിക്കും ഇവിടുത്തെ ക്രെഡിറ്റ് ഇൻഫോ റിപ്പോർട്ടൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ റിപ്പോർട്ട് മേടിക്കാനാണ് ഞാൻ പോകുന്നത്. അതിവിടെ കിട്ടും. എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്നൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. കുറച്ചൊരു 50 മീറ്റർ കൂടെ നടക്കാനുണ്ട്. ക്രെഡിറ്റ് ഇൻഫോ മാൾട്ട എന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ കിട്ടും, മാപ്പിൽ കിട്ടും. പിന്നെ മെയിൽ അയച്ചാൽ അവർ മെയിലിന് റിപ്ലൈ തരും. അവർ വീഡിയോ കോൾ ചെയ്യും. നമ്മുടെ കൺഫർമേഷൻ, നമ്മുടെ ഇവിടുത്തെ നമ്മുടെ പാസ്പോർട്ടും ID കാർഡും കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരത് ഓൺലൈനായിട്ട് അയച്ചുതരൊക്കെ ചെയ്യും. എനിക്കിപ്പോൾ ഇന്ന് ഓഫായതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാനൊരു റീസൺ കിട്ടിയപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ്. അല്ലെങ്കിൽ ഞാൻ മെയിൽ അയച്ചിട്ട് വാങ്ങിച്ചേനത്. പിന്നെ ഇവിടുത്തെ സ്ട്രീറ്റുകളൊക്കെ കണ്ടില്ലേ, ഭയങ്കര ക്ലീൻ ആൻഡ് എന്താ പറയുക, ഒരു അനാവശ്യ പോസ്റ്ററുകളോ ഒന്നുമില്ലല്ലോ. അതിനിവിടെ ക്ലീനിങ് സ്റ്റാഫ് ഉണ്ട്. അവരവരുടെ പണി കറക്റ്റായിട്ട് വൃത്തിക്ക് ചെയ്യുന്നതുകൊണ്ട് ആ ബസ് ഓടിക്കുന്നത് നമ്മുടെ ഫ്രണ്ടാണ്. അതാണ് നമ്മൾ ഫോണടിച്ചത്. ക്രിസ്റ്റോ എൻ്റെ കൂടെ ഫുട്ബോൾ ടീമിൽ കളിച്ചിരുന്ന ഫ്രണ്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞതാ ക്ലീനിങ്. അപ്പോൾ അവരുടെ വർക്കുകൾ അവർ വൃത്തിയായിട്ട് ചെയ്യണോണ്ട് സ്ട്രീറ്റൊക്കെ നല്ല ക്ലീനായിരിക്കും. പിന്നെ ഇവിടുത്തെ ആൾക്കാർക്കും കുറച്ച് എന്താ പറയുക, പൗരബോധമൊക്കെയുള്ള ആൾക്കാരായതുകൊണ്ടും പുറത്തുനിന്ന് വന്ന ആൾക്കാർ അത് പാലിക്കാൻ നിർബന്ധിതരായതുകൊണ്ടും വൃത്തിക്ക് കാണാൻ കഴിയും. അപ്പോൾ അതാണ് മോസ്ത പള്ളി. ഇതാണ് ക്രെഡിറ്റ് ഇൻഫോ. എല്ലാത്തേക്ക് കയറി നോക്കാം. ഡോർ നമ്പർ 199 കയറിയിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് അവർ പറയണ നോക്കിയിട്ട് ഞാൻ വരാം. ബെല്ലടിച്ചു, അവർ ഡോർ മുഴുവൻ തുറന്നു. ഇതാണ് റിസപ്ഷൻ. ഇവിടെ ആരുമില്ല. നമുക്ക് പോയി നോക്കാം മേളിലേക്ക്. പ്രൈവറ്റ് ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇവിടെ ക്യാഷ് മാത്രമേ എടുക്കുള്ളൂ. ഭാഗ്യത്തിന് എൻ്റെ കയ്യിലൊരു 100 യൂറോ ക്യാഷായിട്ട് ഇരിപ്പുണ്ടാകും. ഞാൻ എവിടെയും ക്യാഷ് യൂസ് ചെയ്യാറില്ല. ഇതാണ് റിസപ്ഷൻ. അകത്താണ്. അവർക്ക് ID കാർഡും നേരിട്ട് വരണമെങ്കിൽ ക്യാഷായിട്ട് കൊടുക്കണം. ആണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തിയാൽ മതി. നേരിട്ട് വരുന്നതാണെങ്കിൽ അപ്പം തന്നെ കിട്ടും. മെയിലാണെന്നുണ്ടെങ്കിൽ 2 ദിവസം സമയം, ചിലപ്പോൾ 1-2 ദിവസമൊക്കെ സമയം പിടിക്കും. 50 പ്ലസ് VAT 59 യൂറോ എന്തോ ആണ്. ബാക്കി കിട്ടിയിട്ട് പറയാം. സോ നമ്മളവിടെ ഇറങ്ങി ഒരു 10 മിനിറ്റോളം എടുത്തിട്ടില്ല. ഇവിടുന്ന് ഒരു ഡോക്യുമെൻ്റാണ് കിട്ടിയത്. ID കാർഡ് കൊടുത്തു. അവർ ആ ഡോക്യുമെൻ്റ് വെച്ചിട്ട് from any switch
ഓക്കെ, താങ്ക് യു. സോറി. അപ്പോൾ നമ്മൾ ഐ ഡി കാർഡ് മേടിച്ചു, പൈസ കൊടുത്തു, അതിൻ്റെ ബില്ല് തന്നു. എന്നിട്ട് നമുക്ക് ഈ രാജ്യത്ത് കടങ്ങളൊന്നും ഇല്ലാന്ന് ഇവർ പറഞ്ഞു. ഈ സെൻട്രൽ ബാങ്കിലേക്ക് ഒരു മെയിൽ അയച്ചിട്ട്, മാൾട്ട സെൻട്രൽ ബാങ്കിലേക്ക് ഒരു മെയിൽ അയച്ചിട്ട് അവിടെ നിന്ന് അവരുടെ റിപ്പോർട്ടും കൂടി മേടിക്കണം. അത്രേ ഉള്ളൂ. നേരിട്ട് പോകാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. സോ മെയിൽ അയച്ചാൽ മതിയാവും. അപ്പോൾ മെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നേരിട്ട് വരുന്നതിനേക്കാളും മെയിൽ അയക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ 2 ദിവസം കൊണ്ടൊന്നും എല്ലാം കിട്ടും ഒറ്റയടിക്ക്. ഇതിപ്പോൾ നമുക്ക് നേരിട്ട് വന്നു. എനിക്കിപ്പോൾ ടൈമുള്ളതുകൊണ്ടാണ് ഞാൻ വന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയതാണ്, ഞാൻ കറക്റ്റല്ല. ഈ ഒരൊറ്റ റിപ്പോർട്ട്, ഈ ഒരൊറ്റ പേപ്പർ എടുക്കാൻ അവർ മേടിച്ചത് 59 യൂറോ ഉണ്ട്. 59 യൂറോ എന്ന് പറഞ്ഞാൽ നാട്ടിലെ 6000 രൂപയായി ഒരൊറ്റ റിപ്പോർട്ടിന്. സോ കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷെ നമ്മളെ കാര്യം നടക്കണ്ടേ. പള്ളി എത്താറായി. ഇന്ന് വേറെ പരിപാടിയൊന്നുമില്ല. സെൻട്രൽ ബാങ്കിലേക്ക് ഒരു മെയിൽ അയക്കണം. പിന്നെ ഒന്ന് വല്ലറ്റേക്കും. വല്ലറ്റ ക്യാപിറ്റൽ സിറ്റിയാണ് ഇവിടുത്തെ. നമുക്ക് ബസ് കയറിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാനിപ്പോൾ തിരിച്ച് പള്ളിയുടെ അവിടെ എത്തി. ഇനിയിപ്പോൾ ബസ് സ്റ്റോപ്പിലേക്ക് പോകണം. ബസ് സ്റ്റോപ്പ് ദേ അവിടെ. റോഡ് ക്രോസ് ചെയ്യാൻ റെഡായി. പിന്നെ ഇതൊരു ഫോമുണ്ട്. ആ ഫോം ഫില്ല് ചെയ്തിട്ടാണ് ഇവർക്ക് മെയിൽ അയക്കേണ്ടത്. ആ ഫോം ഇതെനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ നേരിട്ട് വന്നതുകൊണ്ട് എനിക്ക് അവർ നേരിട്ട് തരുകയുള്ള ചെയ്തത്. ഞാൻ മെയിൽ അയച്ചിട്ടില്ല. പക്ഷേ സെൻട്രൽ ബാങ്കിലേക്ക് ആ ഫോം ഫില്ല് ചെയ്തിട്ട് വേണം അയക്കാൻ. എന്നാലേ അവിടെ സെൻട്രൽ ബാങ്കിൻ്റെ ഇത് കിട്ടുള്ളൂ, റിപ്പോർട്ട് കിട്ടുള്ളൂ. നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴാണ് ഓരോന്ന് പഠിക്കാൻ. വണ്ടിയൊന്നും വരുന്നില്ല. ഒന്ന് ക്ലോസ് ചെയ്തേക്കാം. ആരുമില്ല. നമ്മളെ ബസ്സാണത്. അതൊക്കെ എടുത്തു അവരെടുത്തു. അടുത്ത ബസ്സിന് പോകും. ബസ് വന്ന് വലറ്റിലേക്ക്. അങ്ങനെ നമ്മൾ വല്ലറ്റയിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഒരു മഴക്കാറ് കാണുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ക്യാപിറ്റൽ സിറ്റി. ഇവിടെ ഒരുപാട് ഇവൻസുകളൊക്കെ നടക്കാറുള്ള സ്ഥലം കൂടിയാണ്. ഈ അടുത്ത് പണി കഴിഞ്ഞൊരു സ്കൾപ്ചറാണത്, വാട്ടർ ഫൗണ്ടൻ. രണ്ടായിരത്തി 2017 ഞാനിവിടെ വരുമ്പോൾ ഇതൊക്കെ പൊളിച്ചിട്ടൊക്കെയായിരുന്നു. ഇവിടെ ഇങ്ങനൊരു സംഭവമേ ഉണ്ടായിരുന്നില്ല. പിന്നെ പോളണ്ടിൽ പോയി തിരിച്ച് വന്ന്
2021 തിരിച്ചിങ്ങോട്ട് വരുമ്പോഴാണ് ആകെ മാറിയിരിക്കുന്നത് ഇവിടെയൊക്കെ. കുതിര സവാരി. പിന്നെ ഇവരുടെ പുതിയ കൺസ്ട്രക്ഷൻ ആണെങ്കിലും പഴയതാണെങ്കിലും എല്ലാം ഇവർ ഈ ഒരു കളറിൽ പിടിക്കുള്ളൂ. കാരണം മാൾട്ടയുടെ ഒരു സിഗ്നേച്ചറാണിത്. സെൻട്രൽ ബാങ്ക് ഇവിടെ വല്ലറ്റയിലുണ്ട്. ചിലപ്പോൾ ഞാൻ അവിടെ നിന്ന് കയറും, മൂഡ് പോലെ. അല്ലെങ്കിൽ മെയിൽ അയക്കും അവർക്ക് ക്രെഡിറ്റ് റിപ്പോർട്ട് വേണ്ടിയിട്ട്. നല്ല വലിപ്പമുള്ള സ്കൾപ്ചറാണ് കേട്ടോ. നല്ല വലിപ്പമുണ്ട്. രാവിലെ ഒരു ഓംലെറ്റ് കഴിച്ച് ഇറങ്ങിയതാണ്. ഇവിടെ നിന്നൊരു ചായയും ഇവിടെ ഒരു നമ്മുടെ മലയാളിയുടെ ഒരു കൗണ്ടറുണ്ട് ഫുഡിൻ്റെ. അവിടെ ഒരു ചായയും എന്തെങ്കിലും സ്നാക്കും കഴിക്കാം. നല്ല കടികളും പഴംപൊരിയുണ്ടല്ലോ. ചായ ഒരു ചായ. നല്ല ചൂടാണ്. നമുക്ക് ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. വെയിലില്ലാന്നുണ്ടെങ്കിൽ നല്ല രസമാണ് അവിടെ ഇരിക്കാൻ. നല്ല ചെറിയ തണുത്ത കാറ്റും. ഇതെത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. പക്ഷെ വെയിൽ വന്നാൽ ഇവിടെ ഒരാളിരിക്കൂല. ഇതാണോ ഇണക്കുരുവികൾ? അത് ഇവർ തന്നെയാണ്. ഞാൻ ഇവിടെ കുറേ നേരം ഇരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ ഒരു ചൈനീസ് ഫാമിലിനെ പരിചയപ്പെട്ടു. ഫോട്ടോ ഞാൻ ഇടാം. അവരെ ഒരു ചെറിയ സാധനമൊക്കെ മേടിച്ചു നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. എന്നിട്ടിതാ വല്ലറ്റയുടെ ഓൾഡ് സ്ട്രീറ്റിൽ കൂടെ ഞാൻ നടക്കാൻ പോവാം. കുറച്ചുണ്ട്, ഒരു 1 കിലോമീറ്ററോളം ഉണ്ടാവും. ഇവിടുത്തെ പഴയ ഫോർട്ടാണ്. ഇതിൻ്റെ അകത്ത് തന്നെയാണ് സെൻട്രൽ ബാങ്കും കുറേ ഗവൺമെൻറ് ഓഫീസുകളൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടുത്തെ ഒരു ഫോർട്ടാണ്. നല്ല ഫാമിലി ആയിരുന്നു കേട്ടോ. അവർ പെട്ടു. സോങ് ബോ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ ഞാൻ കാണിക്കാം. വീഡിയോ ഒന്നും എടുത്തില്ല, ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവനിവിടെ ഇംഗ്ലീഷ് പഠിക്കുകയാണ്, കോഴ്സ്. നല്ല ഫാമിലി. അവൻ്റെ അച്ഛനും അമ്മയും കൂടി ചൈനയിൽ നിന്ന് വന്ന കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് വെറുതെ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളും കൊണ്ട് വന്ന് ഇവിടെ ആൾക്കാർക്ക് വിറ്റ് അവരെ സംസാരിച്ച്. വലിയ പൈസ ഒന്നുമില്ല, 5 യൂറോ 10 യൂറോ. പൈസ ഉണ്ടാക്കാനല്ല, ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ടേ.
എന്ത് ക്ലീനാണെന്ന് നോക്കിയേ. അവിടെ കുറച്ച് ആൾക്കാർ ഇരുന്ന് ചിത്രം വരയ്ക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ കോളേജ്. ആർട്സ് കോളേജുകാരൊക്കെ ചെയ്യുന്ന ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ആൾക്കാർ കുട്ടികളെ പഠിപ്പിക്കുക കാര്യങ്ങൾ. അല്ലാതെ ക്ലാസ് റൂമിലിരുന്ന് കിട്ടുന്നത് മാത്രമല്ല എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നമ്മളെ സിസ്റ്റമൊക്കെ എന്നാണോ മാറാം. ഇതൊരുപാട് നടക്കാനുണ്ട് ഉള്ളിലേക്ക്. പറ്റുന്ന പോലെ കാണിക്കാം. നമ്മുടെ നാട്ടിലെ ഒരു എറണാകുളം മറൈൻ ഡ്രൈവൊക്കെ പോലത്തെ ഒരു സ്ഥലമാണിത്. കണ്ടോ, നടക്കുന്ന വഴിയാണ്. ടേബിളിട്ട് ഇവിടെ ഇരുന്ന ആൾക്കാർ ചായ കുടിക്കുന്നു, ബീർ കഴിക്കുന്നു, ഇടയിൽ കൂടെ ആൾക്കാർ നടക്കുന്നു. ഇത് ഇവിടുത്തെ ഒരു പഴയ ഇന്ത്യക്കാരൻ്റെ ഷോപ്പാണ് കേട്ടോ. 1966. മോഹൻ, എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്തിരുന്നു. അവനിപ്പോൾ ദുബായിലേക്ക് പോയി. ഇതാണ് സ്ട്രീറ്റ്. കുറേ ഉണ്ട്. അങ്ങോട്ടുണ്ട്, ഇങ്ങോട്ടുണ്ട്. ഇവിടെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു ഇവൻറ്റ് നടക്കുന്നുണ്ടാവും. ഒരുപാട് ട്രാവലേഴ്സ് വന്നു പോകുന്ന ഒരു സിറ്റി കൂടിയാണിത്. ഇതുണ്ടോ, 5 യൂറോ, 10 യൂറോ, ഏതെടുത്താലും 10. ഒരുപാട് ഐറ്റംസ് കിട്ടും ഇവിടെ. മെയിനായിട്ട് ടൂറിസ്റ്റുകൾ അട്രാക്റ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ആയിരിക്കും. സുവനീഴ്സ് എല്ലാം പഴയ മോഡൽ ബിൽഡിങ്ങാണ്. ഇപ്പോൾ ഇതിൽ കൂടി ഈ വണ്ടി പോണത് മാറ്റി നിർത്തിക്കൊണ്ട് ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കും. ഒരു 500 വർഷം മുന്നേ അല്ലെങ്കിൽ ഒരു 1000 വർഷം മുന്നേ കാളവണ്ടി, കുതിരവണ്ടിയൊക്കെ പോണത്. അങ്ങനെ ഇപ്പോൾ സെറ്റ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. വെറുതെ ആ വണ്ടി കൊണ്ടുവന്ന് ഇവിടെ വെച്ചാൽ മതി. അത്ര പഴക്കം തോന്നിക്കും. ഇപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല. വേണ്ട, ഈ സ്ട്രീറ്റിൽ തന്നെയാണ് നമ്മുടെ വൈറൽ പാട്ടുകാരൻ. ഇന്ത്യൻ സോങ് ഒക്കെ പാടുന്ന ഒരു വൈറൽ പാട്ടുകാരനുണ്ട് ഇവിടെ. Why this cola berry deep? Why this cola berry deep? വൈദിസ് കലവറയാണ് പാടുന്നതല്ല. तेरे बिना भी रहना कितने तेरे बिना तेरे बिना भी रहना किसा कितने तेरे बिना ये गीतों में अकेले तू जैसे थी हो सारी को हो जाएंगे तो हूँ जैसे थी हो जाएंगे जुदा क्योंकि तुम ही हो अब तुम ही हो നടന്നിങ്ങോട്ട് വന്ന് കുറേ പാട്ടൊക്കെ പാടി ക്യാമറ എവിടെ വെച്ചാലും ഫ്രെയിമാണ്. അങ്ങനത്തെ സ്ഥലമാണ്. പക്ഷെ ഇന്ന് അത്യാവശ്യം ക്രൗഡുണ്ട് കേട്ടോ. തിങ്കളാഴ്ച ആയിട്ടാണ് കൂടി
അത്യാവശ്യം ക്രൗഡുണ്ട്. സെൻറ്റ് ജോൺ കത്തീഡ്രൽ നല്ല തിരക്കുണ്ടെന്ന്. Cosa vuol dire VCF 10 centesimi? ആൾട്ട വൈബ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് ഉണ്ട്. ഫ്രീ ആയിട്ട് ഫോട്ടോ എടുത്ത് കൊടുക്കും. എന്നിട്ട് ഇതുപോലെ നമുക്ക് പ്രിൻ്റ് ചെയ്ത് തരും. എനിക്ക് 2 പ്രിൻ്റ് ചെയ്ത് തന്നു. അടിപൊളി ഫോട്ടോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, നല്ല ഭംഗിയുണ്ട്. ഒരു മെമ്മറി 2 കിട്ടി. ഇത് അടിപൊളി സ്ഥലമാണ്. ഞാൻ എപ്പോഴും ഇവിടെ വരാറുണ്ട്. ഞാനിപ്പോഴും വല്ലറ്റയിൽ തന്നെയാണ്. ഇത് വേറെ സ്ട്രീറ്റാണ്. ഈ സ്ട്രീറ്റ് ഫുള്ള് ഫുഡ് കോർട്ടാണ്. ഈ എൻഡ് തുടങ്ങി ആ എൻഡ് വരെ. ഞാനിപ്പോൾ ഇവിടെ ഒരു ഷോപ്പിലേക്ക് വെറുതെ കയറിയതാണ്. അവിടെ കഞ്ചാവുമായി ബന്ധപ്പെട്ട ചോക്ലേറ്റ് എല്ലാ സാധനങ്ങളുമുണ്ട്. ഇതെന്താണെന്ന് മനസ്സിലായില്ല. സ്റ്റോൺ, ഇത് സോൾട്ടാണ്. ഇതെന്താണെന്ന് മനസ്സിലായില്ല. ഒരുപാട് ഐറ്റംസ് ഉണ്ട് അവിടെ. ഇതൊക്കെ സോൾട്ടാണ്. ഹിമാലയൻ സോൾട്ട്. മൊത്തത്തിലൊരു പുകമയം. പിന്നെ ഇവിടെ എല്ലാം ലീഗലാണ്, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ആളോട് ചോദിച്ചു ഇതെന്താണെന്നുള്ളത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സോൾട്ടാണ് ഇതൊക്കെയാണ്. പക്ഷെ ഇത് ബോധി ലീഫ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്താണെന്നുള്ളത് മനസ്സിലായില്ല. Yeah, so this one is a selenite lamp, this here, Oh, selenite. okay. And the other one, these are Himalayan salt. ഓക്കെ, താങ്ക് യു. സെലനൈൻസ്. ഇതിനെപ്പറ്റി അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇവിടെ അധികം നിൽക്കാൻ പറ്റില്ല. ഇത് വലറ്റയിലുള്ള ഷോപ്പാണ്. സ്റ്റോൺ മാർക്കറ്റ് എന്നാണ് എഴുതിയേക്കാം. അപ്പുറത്തുണ്ട്. ഇവിടെ എന്താണ്? അടിപൊളി. 1050 യൂറോ. ഗ്ലാസ്സാണ് ഇട്ടത്. സെഡിമെൻറ്റ്സ് റോക്ക് കട്ട് ചെയ്തിട്ട്. ഇത് 423. അടിപൊളി. വെറുതെ അല്ല സ്റ്റോൺ ഷോപ്പ് എന്ന് വിളിക്കണം. കുറേ ടൈപ്പ് സ്റ്റോൺ ഉണ്ട്. ജിയോളജി പഠിച്ച കുറേ സ്റ്റോൺ ഇവിടെ ഉണ്ട്.
കുറേ ഇൻട്രസ്റ്റിംഗ് സാധനങ്ങളുണ്ട് കേട്ടോ അവിടെ. എന്തായാലും മാൾട്ടയിൽ ഇങ്ങനെ ഷോപ്പുള്ളത് ഞാനിപ്പോഴാണ് കാണുന്നത്. ഇത് ക്രിസ്റ്റലൈസ്ഡ് ജിപ്സമാണ്. അതിൻ്റെ പല സൈസിലുള്ള പീസുകളുണ്ട്. ക്യാമറയിൽ എത്ര ഭംഗിയുണ്ടെന്ന് കാണാൻ പറ്റുന്നില്ല. ഭയങ്കര ഭംഗിയുണ്ട്, പക്ഷേ നല്ല റേറ്റുണ്ട്. ഇത് 16,000 ഈ സ്റ്റോൺ. ഇത് 10,000. ഇത് 7,900, 8,000. ഇത് 17,000. ഒരു കല്ലിൻ്റെ വില. നമ്മുടെ നാട്ടിൽ നിന്നാണ് അതൊക്കെ വരുന്നത് കേട്ടോ. അത് വേറെ കാര്യം. അതേ പോകുന്നു ഒരു ടീം വരുന്നു. ലേഡീസിന് പറ്റിയ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇവിടെ രണ്ട് കുട്ടികളുടെ ഫോട്ടോ വരയ്ക്കുന്നുണ്ട്. കുട്ടികൾ അവർ ചിരിച്ച് കളിച്ചിരിക്കുക. ബൊമ്മ കുട്ടികൾ. നമ്മൾ ഏത് വഴിയാണോ വന്നത് ആ വഴി തന്നെ നമ്മൾ തിരിച്ചിറങ്ങാണ്. ഇന്ന് ബസ് കയറി നേരെ റൂമിലേക്ക്. നമ്മൾ വലട്ടയിൽ നിന്നും ബസ്സിലേക്ക് കയറിയിരിക്കുകയാണ്. ആരുമില്ല, തിരക്കില്ല. നേരെ കുച്ചി അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങി കുച്ചി രാവിലെ ഇറങ്ങിയതാണ് റൂമിൽ നിന്ന്. എന്തെങ്കിലും കഴിക്കണം. അപ്പം എന്തായാലും ഈ വീഡിയോ ഞാനിവിടെ വെച്ചാൽ നിർത്തണം. ഓക്കെ.